ഇവിടെ ഒരു വലിയൊരു യുദ്ധം നടക്കും. യുദ്ധോ? നിന്റെ അടുത്ത് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വട്ടം ഞാൻ ഞാനൊരു സത്യം ചോദിക്കട്ടെ, എന്നിട്ട് അടിക്കാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇവരെ ഓടിക്കണത്? സത്യത്തില് നിങ്ങൾ ഇടയ്ക്കേറി വന്നെന്തിന്? നീ എന്തിനാണ് ഈ കൊച്ചിനെ പുറത്തോട്ട് ഓടിക്കുന്നത്? എന്തിനാ? കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റ് സത്യം പറഞ്ഞ. എടി അവൻ എന്ത് ചെയ്തെന്നാണ്? കണ്ണി കണ്ടെടുത്തൊക്കെ പടം വരച്ചു വയ്ക്കും. പടം വരച്ചാമ്പാടി? ഞാനൊന്നും പടം വരച്ചില്ല. വരച്ചില്ല നീ? കള്ളം പറയണ. ഞാൻ ചുമരിലൊന്ന് വരയ്ക്കാന്നൊക്കെ നിർത്തി. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തല്ല ചുമരിലൊക്കെ വരച്ചോണ്ടിരുന്നത്. ഇപ്പൊ വരക്കാറില്ലല്ലോ. ചുമരെഴുത്തും തറയിലെഴുത്തൊക്കെ നിർത്തി. പിന്നെ വീട്ടിലെ സാധനങ്ങളിലായി എഴുത്ത്. വീട്ടിലെ സാധനങ്ങളിലാ? നോക്കിക്കേ, ഇതാരുടെ മുഖം വരച്ച് വെച്ചേക്കണ്? ചോറും കറി നോക്കട്ടെ, ചോറും കറി നോട്ട്. എന്തിനാണ് ഈ ഒരു നിസ്സാര കാര്യത്തിന് ആ കൊച്ചിനെ എങ്ങനെ ഇട്ട് തല്ലണം? അവൻ വരക്കണേ വരക്കട്ടെ. കഴിക്കുന്ന പാത്രത്തിലല്ലേ വരച്ചിരിക്കുന്നത്. ഇവിടെ വരയ്ക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരു ചിത്രകാരൻ എന്ത് വേണമെങ്കിലും ഒരു മീഡിയ ആക്കാൻ പറ്റും. ചില ആൾക്കാർ ചുമരി വരയ്ക്കും, ചില ആൾക്കാർ പേപ്പർ വരയ്ക്കും, ചില ആൾക്കാർ നടു റോട്ടിൽ വരയ്ക്കും, ചില ആൾക്കാർ മതിൽ വരയ്ക്കും, ചില ആൾക്കാർ സ്വന്തം നെഞ്ചത്ത് വരയ്ക്കും. ടാറ്റു എന്ന് പറയുന്നത് ഒരു പടം വരപ്പാണ്. ഇതൊന്നും നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ അല്ലാണ്ട് ഞാൻ പിന്നെ ആരുടെ ഭാഗത്ത് നിൽക്കണം? ആ ഭാവിയിൽ ചിലപ്പോ ഒരു പിക്കാസ് ആവില്ലെന്ന് ആരും കണ്ട്. പിക്കാസോ മമ്മട്ടിയാ? എടി പോത്തെ പിക്കാസോ വാൻഗോഗ് പിക്കാസോ അങ്ങനെ കേട്ടിട്ടുണ്ട നീ? അവരൊക്കെ ലോക പ്രശസ്ത ചിത്രകാരന്മാരാണ്. ഇതിനൊക്കെ നിനക്ക് ഇവരെ കുറിച്ചൊക്കെ വല്ല വിവരം ഉണ്ടാ? ഞാൻ അവരെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ഓർമ്മ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്നാ? എടി അവരൊക്കെ മരിച്ചു പോയവരാണ്. ഞാൻ ഈ പത്രത്തിലെ ചർമ്മകോളം നോക്കാറുണ്ട്. പത്രത്തിലെ ചർമ്മകോളം? എടി അവരൊക്കെ 100-100 കൊല്ലം മുമ്പ് മരിച്ചുപോയ പ്രശസ്ത ചിത്രകാരന്മാരാണ്. ഈ 100-100 കൊല്ലം മുമ്പ് മരിച്ച ആൾക്കാരെ കുറിച്ചാണ് ഈ പുരാണം പറഞ്ഞോണ്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തോന്നൊരു വട്ട കണ്ടേട്ടാ? എന്റെ പ്ലേറ്റ് വെപ്പണ അങ്ങനെ പിക്കാസിന്റെ കഥയും പറഞ്ഞോണ്ട് വരുന്നത്. പിക്കാസ് ഞാനിതൊക്കെ എന്തിനാ എന്ത് പറയാനാണ് ഇത് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇനി വർഷങ്ങൾ മുമ്പ് ചത്തുപോയത് വന്ന ആസ്ഥാന പരിഹാസം. മറ്റേ പരിഹാസത്തിന് ഡോക്ടറേറ്റ് എടുത്തേക്കില്ലേ? എടി ഞാൻ നിന്നെ പരിഹസിച്ചൊന്നുമല്ല. എടി നമ്മുടെ അമ്പാടിക്ക് ചിലപ്പോ പടം വരയ്ക്കാനുള്ള ടാലന്റ് ഉണ്ടോ? ഓരോ പിള്ളേർക്ക് ഓരോ ടാലന്റ് ഉണ്ടോ? പാട്ട്, ഡാൻസ്, മിമിക്രി, അതവർ ചെറുപ്പം തൊട്ട് കാണിക്കും. അതൊക്കെ കാണിക്കിട്ട് നമ്മളവർ പ്രോത്സാഹിപ്പിച്ചിട്ട് നിരുത്സാഹപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛന്റെ മോനല്ലേ? എന്റെ അച്ഛൻ്റെ മോൻ. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ പണ്ടത്തെ പരിപാടി. പടം വരപ്പാ? ഞാൻ എന്ത് പടം വരയ്ക്കുന്നത്? നിങ്ങളെന്നെ പരിചയപ്പെടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? നിങ്ങക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഏതൊരു സീന് കണ്ടപ്പോ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ കൊതി വന്നൊക്കെ പറഞ്ഞിട്ട്, മറ്റേ ഒരു സീനില് നായകൻ നായികയുടെ മറ്റേ പടം വരയ്ക്കുമ്പോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് വരയ്ക്കാൻ തോന്നി എന്ന് പറഞ്ഞത് ടൈറ്റാനിക്കിലല്ലേ? ജാക്ക് റോസിനെ വരച്ചല്ലേ? നമുക്ക് കണ്ട ആർക്കൊന്നും പടം വരയ്ക്കാൻ തോന്നുന്നു. അതെന്നെ മോന്റെ സ്വഭാവം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടു. അന്ന് ചെറുപ്പല്ലേ. അപ്പൊ ആ സമയത്ത് പടം വരയ്ക്കാൻ തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വരയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കലാകാരനെ പുറത്തേക്ക് വരാൻ സമ്മതിക്കാത്ത ഭാര്യമാരുള്ളടത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോന്റെ കലാപരിപാടിയെ ചേട്ടൻ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരണം. കാരണം ചേട്ടന്റെ മറ്റേ ആ 3000 ഷർട്ട് ഇല്ലേ, നമ്മളെന്താ കല്യാണത്തിന് വെച്ച, നന്ദുവിന്റെ കല്യാണത്തിന് വെച്ച വെള്ള ഷർട്ട്, അതിലവന്റെ കലാപരിപാടി അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതില് ചെലന്തി കൂട് വെച്ചെന്ന്. ചെലന്തി കൂടി വെച്ചാൽ അവൻ ചെയ്യാനാ? അതില് സ്പൈഡർമാന്റെ വലിയൊരു ഫോട്ടോ വരച്ച് വെച്ചേക്കുന്നു. ആര് വരച്ച്? അമ്പാടി. അമ്പാടി വരച്ചാ? സ്പൈഡർമാന്റെ ഫോട്ടോയാ? ആ 3000 പുതിയ വെള്ള ഷർട്ടില്ല? ഇതിലിപ്പോ എന്ത് ചേട്ടനല്ലേ പറഞ്ഞത്? 15 രൂപയുടെ ഫ്ലൈറ്റ് പോലെയാണ് 3000 രൂപയുടെ ഷർട്ട്. ഒറ്റ തവണയാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ അവനെവിടെ വേണം? അവനെവിടെ വേണം? അവിടെ കാണും. ഡാമ്പാടി കാണിച്ചുതരാം. തോട്ടം ഞാൻ കാര്യമില്ല. അയ്യ അതിന് പോട്ട്. അമ്പാടി, നീ അച്ഛന്റെ ഷർട്ടിൽ പടം വരച്ചാ?
സ്പൈഡർമാന്റെ പടാ എന്റെ വെള്ള ഷർട്ടിലാ. എന്റെ അമ്പാടിനോട് ആരാടാ പറഞ്ഞ സ്പൈഡർമാന്റെ പടം വരയ്ക്കാൻ? നെഞ്ചത്ത് സ്പൈഡർമാന്റെ പടം വരച്ചപ്പോ സൂപ്പർ അല്ലേ? മേലിന്റെ ഷർട്ട് മുണ്ടും എന്തിനു മേലും കയറി പടം വരച്ചു കഴിഞ്ഞാൽ അട്ടിച്ചെന്റെ തൊട പൊളിക്കാൻ. ഇതൊന്നാ തന്നെ ഈ ക്രയോൺസ് കണ്ണി കണ്ട സാധനം ഈ പിള്ളേർക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരും. ഇവിടെ ഇതെന്തിനാണ് ഇവിടെ വരച്ച് കാരമ്പോടെ വരച്ച നീ? ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, പഠിക്കോ പഠിക്കോ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കണ കാറിലൊക്കെ പടം വരച്ച് വെക്കണേ. കാറിൽ പടം വരയ്ക്കുന്നത് സകല സ്ഥലത്ത് ഷർട്ടിൽ പടം വരച്ച് വെച്ചേ. എവിടെ കിട്ടിയാലും അവിടെ കിട്ടിയാൽ പടം വരയ്ക്കും. വിടറിയവനെ ഇനി മേലെ അവര് ക്രയൻസ് സ്കെച്ചോ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായ? ഇനി മേലെ അവര് ക്രയൻസ് സ്കെച്ചോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി തരാം. ഇനിയിപ്പോ പറയട്ടാ ക്രയൻസ് സ്കെച്ചൊക്കെ എടുക്കാൻ പറ, ശരിയാക്കി തരാം ഞാൻ. കഥയല്ലേ അച്ഛനെ അമ്മ പറയണ കേക്ക്. മാവെ കരച്ചിലുണ്ട് അമ്മ പറയണ കേക്ക്. അച്ഛനെ ദേഷ്യം വന്നപ്പോ അടിച്ചു പോയതായിരിക്കും മാവേ, ഇനി ചെയ്യൂല കേട്ടാ. എന്റെ കഷ്ടകാലത്തിന് ആ ഷർട്ടിൽ വരച്ച കാര്യം ഞാൻ പറഞ്ഞത് ഏത് സമയത്ത് എനിക്ക് തോന്നിയാണ്. ആരെയല്ലേ പൊന്ന. ഓ ഷർട്ടിന്റെ കാര്യം പോട്ടെ നോക്കിയാ, ഷർട്ടിന്റെ കാര്യം ഞാൻ ശ്രമിച്ചാണ്. എനിക്ക് ദേഷ്യം വന്ന ആ കാർമ കയറി കുത്തി വരച്ചപ്പോഴാണ്. എന്തിലെങ്കിലും വരയ്ക്കട്ടെ എന്നെ നന്ദേട്ടാ. മനുഷ്യ കുഞ്ഞല്ലേ ഇങ്ങനെ അടിക്കണ നിങ്ങക്ക്? അല്ല അതിപ്പം അവന്റെ ഭാഗത്ത് വികൃതി ഇല്ലേ? കണ്ട അങ്ങോട്ട് നോക്ക്, എന്റെ കയ്യിലും കാലിലേക്ക് പാട അങ്ങോട്ട് നോക്ക്. അടിക്കൂല അച്ഛൻ അടിക്കൂല. പക്ഷെ നല്ല പേടിച്ചിട്ടുണ്ട്, നല്ല പനിയുണ്ട് നന്ദേട്ടാ. ഇത് പേടിച്ചിട്ടാണ് ഇനി അടിച്ചെന്റെ ഇതാണെന്ന് അറിഞ്ഞൂടാ. നല്ല പനിയുണ്ട്. ഞാൻ നോക്കട്ടെ. ഇല്ല 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 നോക്കട്ടെ. വേണ്ട, നല്ല പേടിച്ചിരിക്കുന്നു. ഇങ്ങനെ മേക്കലടിക്കണം. മിണ്ടാണ്ടിരിക്കും നന്ദേട്ട കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഇനിയിപ്പൊ തൊടാൻ നിൽക്കണ്ട. നിങ്ങളെ കാണുമ്പോഴാണ് പേടി. പറയണ ഒന്ന് മനസ്സിലാക്കണം നന്ദേട്ടാ. അതിന് വയ്യാന്നല്ലേ നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറയണത്. അടിക്കുമ്പോഴെങ്കിലൊന്നും എനിക്കൊന്നും സങ്കടം വന്നിരിക്കുക. നന്ദേട്ട പോയാണ് അങ്ങോട്ട്. ഇല്ല പോലെ കേട്ടോ. ചെറുക്കിന് നല്ല പനിയുണ്ടാ. അവനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോ ഭയങ്കര കരച്ചിലും ബഹളവും. പണ്ടെങ്ങനെ തന്നെയാ പെട്ടെന്ന് ദേഷ്യം വരില്ല. പക്ഷെ ദേഷ്യം വന്നാൽ കണ്ണു മൂക്കില്ല. ഈ പനി വരാനുള്ള അടിയൊന്നും ഞാൻ അടിക്കണ്ടിരുന്നില്ല. നീ വിഷമിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. സംഭവം നമ്മുടെ മക്കൾ തന്നെയാ. പക്ഷെ ശ്രദ്ധിക്കണ്ടേ. ചെറുപ്പത്തിൽ നിനക്ക് കുറെ തല്ലിയിട്ടില്ലേ? എനിക്ക് കുറെ തല്ലിയിട്ടില്ലേ? എൻ്റെ അച്ഛൻ അങ്ങനെ തന്നെ തല്ലൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ശരിക്കും കിട്ടി. അതൊരു ഓണോ വിഷു അങ്ങനെ എന്തോ ആയിരുന്നു. അന്ന് എനിക്കൊരു 6-7 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. അന്ന് ഈ ഓണത്തിന് മാമന്മാരും അമ്മായിമാരും കുറേ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ നേരത്തെ ഭക്ഷണം തരും. വീട്ടിലങ്ങനെ ആദ്യം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിയുക. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ കുറേ പിള്ളേരുണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കൂടി ഓടി കളിക്കായിരുന്നു. അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന കാര്യമൊന്നും നമ്മൾ പിള്ളേർ ശ്രദ്ധിക്കില്ലല്ലോ. ഞാനൊരു വാതിൽ തുറന്ന് ഓടിയതും ഫസ്റ്റ് തന്നെ ചവിട്ടിയത് മാമന് സദ്യ വിളമ്പിയല്ലേ. പിന്നെ അന്ന് അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ഈ മുറ്റടിക്കുന്നത് മറ്റേ ഈർക്കിൽ വെച്ചിട്ടുള്ള ചൂലല്ലേ, അതവിടെ ഒരെണ്ണം ഇരിക്കണ്ടായിരുന്നു. എൻ്റെ അപ്പന അതങ്ങോട്ട് എടുത്ത് ഒരു പിടി ഈർക്കിൽ ഇങ്ങോട്ട് എടുത്ത്. എന്നാൽ ഞാനാന്ന് ചില കുഞ്ഞ് ട്രൗസറെല്ലാം ഇട്ടിരുന്നു. പൊട്ടാന്ന് പറഞ്ഞാൽ അട്ടി ഈർക്കിലി അങ്ങോട്ട് കുത്തി കയറിയിട്ട് കാലിൽ തൊടയൊക്കെ പൊട്ടി. അച്ഛനാച്ച അത്ര ദേഷ്യം. ചോറിലല്ലേ ചവിട്ടിയത്. അന്നൊക്കെ തിന്നണം ഭക്ഷണത്തിൽ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പനെ സഹിക്കാൻ പറ്റാം. പൊട്ടാന്ന് അടിച്ച് കംപ്ലീറ്റ് തൊടയൊക്കെ പൊട്ടി. ഞാനച്ച കരഞ്ഞ് നിലവിളിച്ച് വയ്യാണ്ടായി. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ അന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാണ്ടാണ് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ വേദനയുടെ തന്നെ മാത്രമല്ല അച്ഛൻ എന്നെ ഒട്ടടിക്കാത്തായിരുന്നു. പച്ചടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അന്ന് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ചെറിയ ഈ പനിക്കോള് പോലെയൊക്കെ വന്ന് ഇങ്ങനെ അമ്മ എന്നെ ഒക്കെ എടുത്ത് ഉറക്കി.
അങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് എൻ്റെ കാലം അപ്പം വന്നിട്ട് ഇങ്ങനെ ഒഴിയാണ്. പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ വീണ്ടടിക്കാനാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്ന് കരച്ചിലും ബഹളമായി. അച്ഛപ്പം തന്നെ സങ്കടമായിട്ട് തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഇപ്പം എനിക്ക് പനി കൂടി. ഇതൊക്കെ കൊണ്ടിട്ടേ ഈർക്കിൽ കൊണ്ട് പൊട്ടിയല്ലേ. പിന്നെ ഈ ടെറ്റൻസ് ഒന്നും വേണ്ട വെച്ചിട്ട് അച്ഛൻ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു. നമ്മുടെ വീണ്ടും ഇല്ല, അന്ന് വയല മഴക്കാലമാണ്, നിറച്ച് മുട്ടിൻ്റെ മുകളിൽ വെള്ളമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ അച്ഛൻ എന്നെ തോളിലിരുത്തി ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ടീറ്റിയൊക്കെ എടുത്ത് അതിന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ചായയും പൊറോട്ടയും അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടൊക്കെ തന്ന് അച്ഛൻ തന്നെ തോളിലൊക്കെ ഇരുത്തി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. അതല്ല ഇപ്പം അതൊക്കെ ഓർക്കുമ്പോഴേ അന്ന് അച്ഛനാണ് എൻ്റെ കാലുമ മരുന്നൊക്കെ പറ്റുന്നത്. പക്ഷെ അപ്പോഴെനിക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ട്രൗസർ മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി കൊണ്ടൻ്റെ പൊട്ടിൻ്റെ ഒന്നും വിഷമല്ല. നമ്മൾ ഈ ട്രൗസർ ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഈ തൊടാകുമ്പോൾ പൊട്ടിപ്പാടൊക്കെ പിള്ളേർ കാണില്ലേ, കളിയാക്കൂലേ. അതുകൊണ്ട് അച്ഛനോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ആ ദേഷ്യം എനിക്ക് മാറിയത് എൻ്റെ കാലും എൻ്റെ അപ്പൻ ഈ മുറിവും മരുന്ന് ഇങ്ങനെ പുരട്ടിയെന്നല്ലോ. പുരട്ടി വരുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് എൻ്റെ കാലം പോകണം. അപ്പോൾ എൻ്റെ എല്ലാ സങ്കടവും മാറിയാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന്. അപ്പം അച്ഛനെ ഞാൻ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മക്ക് കൊടുത്തത്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. അപ്പം അച്ഛൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചെവിട്ടിൽ പോട്ടമക്കളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണ്ടേ. ഞാൻ പറഞ്ഞ അച്ഛനോട് എനിക്ക് യാതൊരു ദേഷ്യമൊന്നുമില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മക്ക് കൊടുത്ത് ഉറങ്ങിയത്. പക്ഷെ ഇപ്പം നീ ചോദിച്ചില്ലേ അതിപ്പോഴും ഓർമ്മയുണ്ടോയെന്ന്. കാലുമത്ത് വടുക്കളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. പക്ഷെ എൻ്റെ മനസ്സിലുള്ള പാടുണ്ടല്ലോ, അടി കിട്ടിയ എൻ്റെ വടുക്കളുണ്ടല്ലോ, അതിപ്പോഴും പോയിട്ടില്ല എൻ്റെ മനസ്സിൽ നിന്ന്. നമ്മുടെ അമ്പാടി ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തല്ലിയതൊന്നും മറക്കില്ല അല്ലേ. അവൻ്റെ മനസ്സിലുണ്ടാവും ഇതുപോലെ എന്നും ഇതുപോലെ ഞാൻ അച്ഛനവനെ തല്ലിയത്. സോറിടാ മോനെ, അച്ഛനോട് ക്ഷമിക്കടാ. ബാടി അച്ഛനെന്ത് കരയണേ? അച്ഛനൊന്നുമില്ല, പൊന്നിനെ അടിച്ചില്ലേ. അപ്പൊ അച്ഛന് ഭയങ്കര സങ്കടം. അച്ഛന് ഭയങ്കര ദേഷ്യം വന്നപ്പോ പൊന്നിനെ തല്ലിപ്പോയി. പക്ഷെ പൊന്നിന്റെ കയ്യിൽ ഇങ്ങനെ പാടൊക്കെ കണ്ടില്ലേ, അച്ഛന് ഭയങ്കര സങ്കടം വന്നു. അറിയാണ്ട് തല്ലിപ്പോയതാണേ. അച്ഛന് ഉമ്മോട് പോട്ട് പറ. അത് കുഴപ്പമില്ല, പോട്ട് കഴിഞ്ഞ്. വേദന ഉണ്ടാ? അതൊന്നും വേദനയില്ല. ഇത് കാലും വേദന ഉണ്ടാ? ഇല്ല, അതൊന്നൊക്കെ പെട്ടെന്ന് പോയി. എനിക്ക് പനിയൊക്കെ മാറി അല്ലേ, കുറവുണ്ടല്ലേ? സങ്കടം ഉണ്ടാ? അച്ഛനെ വെറുക്കല്ലേടാ, അച്ഛനെ പൊന്നാണ് കേട്ടാ, വെറുക്കല്ലേ? അച്ഛനവന് ഭയങ്കര ഇഷ്ടമാണ് പൊന്നാ. എനിക്ക് അച്ഛനമ്മ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങോട്ട് മോൻ കിടന്നു വയ്യാത്തല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് രണ്ടുപേർക്കും ഒരു കാര്യമുണ്ട്. സർപ്രൈസ് ഗിഫ്റ്റാ? നാളെ കാണാം. പൊന്നു കിടന്നോട്ടാ. എങ്ങോട്ട്? കാലിനൊക്കെ വയ്യാത്തല്ലേ? അച്ഛ ഇങ്ങോട്ട് വാ. അച്ഛ അതൊക്കെയാണ് ഐ ലവ് ഡാഡി മമ്മി. അതെന്ന് വെച്ചാൽ എനിക്ക് അമ്മേനെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇഷ്ടമായ അമ്മ? നമുക്കേ കൊറേ ഇഷ്ടായി പൊന്ന്. അമ്പാടി അച്ഛൻ കണ്ടില്ലായിരുന്നടാ മക്കളെ. അതൊക്കെ കുഴപ്പമില്ല, പോട്ട്. സോറി ഏട്ടാ. അച്ഛനൊരു ഉമ്മ.